കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടുകൂടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എളിയവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, അവന്റെ കണ്ണീർ കയങ്ങളെ കുപ്പിയില് ശേഖരിക്കുന്ന ദൈവമേ, കൃപാസനം ആദ്യ ചൊവ്വാഴ്ച ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് കൃപാസനത്തിന്റെ ലൈവ് കണ്ട് ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ കുടുംബമായിട്ടിരുന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവര്, അവരുടെ നിയോഗങ്ങളുടെ മേൽ, അവരുടെ ജീവിത സങ്കടങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ. മനമുയർത്തി കരമുയർത്തി സ്തുതിക്കണമേ. കർത്താവേ, ഇന്ന ദിവസം ആദ്യമായി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് അവരുടെ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളവരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവത്തിരുസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന മക്കള് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ 2004 ഡിസംബർ 7 പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ധൂപം പോലെ അങ്ങയുടെ തിരുസന്നിധിയില് ഓർത്ത് സമർപ്പിക്കുകയാണ്. അഭിഷേകം ചെയ്യണമേ കർത്താവേ, കൃപ ചൊരിയണമേ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, മധ്യസ്ഥയായിരിക്കണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് പാടാം. സ്വസ്തി സന്നോഹരാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. കരങ്ങൾ വീശിക്കൊണ്ട് സ്വസ്തി സന്നോഹരാണി അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, മാലാഖമാരുടെ നിയോഗങ്ങളിലേക്ക് എടുക്കണമേ. അമ്മേ, പരിശുദ്ധ മറിയമേ, ഈ മക്കളുടെ നിയോഗങ്ങളിലേക്ക് എടുക്കണമേ. അമ്മേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഈ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കണമേ. പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടി എല്ലാ നിയോഗങ്ങളുടെ മേലും തത്സമയ അഭിഷേകം ചെയ്യാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥരിക്കണമേ. ചേർന്ന് പാടാം. ഞങ്ങളും നിന്മക്കളല്ലോ, കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ കനിവാർന്നു പ്രാർത്ഥിക്കത്തായി, സ്നേഹം നിറഞ്ഞവളേ, ദൈവസ്നേഹത്തോടെ കനിവാർന്നു പ്രാർത്ഥിക്കത്തായി, സ്നേഹം നിറഞ്ഞവളേ. അഭിഷേകത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇരിക്കുന്നില്ല, നിന്ന് തന്നെ ആരാധന കൂടുകയാണ്. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികള്, അധിക വരുമാനം ആഗ്രഹിക്കുന്നവര്, കുടുംബ സമാധാനമില്ലാത്തവര്, മക്കളെ കുറിച്ച് ആകുലപ്പെടുന്നവര്, മക്കളുടെ ബോർഡ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കുടുംബം കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങള് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സന്താനരഹിതര്, ഭവനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിത ഭീഷണികളിൽ കഴിയുന്നവര്, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. തീരാ ദുഃഖത്തിൽ കഴിയുന്നവര്, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ. യേശുവേ ആരാധന. കർത്താവേ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ശക്തി നിറയണമേ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ ശുശ്രൂഷയിലെ ദിവ്യകാരുണ്യ ആരാധനയില് ദൈവസ്നേഹത്തോടെ പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു ദിവ്യരഹസ്യം ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ധ്യാനത്തിൻ്റെ ഒരു വിഷയമായിരുന്നു. നമ്മുടെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കാലച്ചുരുക്കമാണ്, അല്ലേ? കാലച്ചുരുക്കം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ സമാശ്വാസം പ്രാപിക്കുന്നത് കാലം ചുരുങ്ങുമ്പോഴാണ്, ഇല്ലേ? കാലച്ചുരുക്കവും സമാശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ഇപ്പം പനി തന്നെ എത്രയും വേഗം മാറിയാൽ അത്രയും നല്ലതാണ്. എപ്പോഴെങ്കിലും മാറിയാൽ പോരല്ലോ. അപ്പം കാലച്ചുരുക്കം ആ വിഷയം നടക്കുക മാത്രമല്ല നമുക്ക് ആശ്വാസവും സന്തോഷവും തരണത്, എത്രയും വേഗം നടക്കുന്നതാണ്. എല്ലാം അങ്ങനെയല്ലേ? ജോലിയായാലും, അല്ലേ? വീട് വെക്കണതായാലും. ഞാൻ അപ്പുറത്തെ പള്ളിയിൽ വികാരിച്ചനായിരുന്നു. അപ്പോൾ പള്ളി പണിതായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ എത്രയും വേഗം പണിത് തീർക്കണമെന്നാണ്. എന്താ കാര്യം? ഞാൻ കയറിയപ്പോൾ 340 രൂപയായിരുന്നു, 550 രൂപയായിരുന്നു ജോലിക്കൂലി. പള്ളി തീരാനായപ്പോൾ വളരെ സ്പീഡായിട്ട് തീർന്നിട്ട് പോലും പള്ളിയല്ലേ 940 രൂപയായി പണിക്കൂലി. അതാണ് വ്യത്യാസം വരണത്. എത്രയും സ്പീഡ് എന്ത് വിഷയമായാലും നമുക്ക് വേണ്ടത് എന്താണ്? കാലച്ചുരുക്കമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും കാലച്ചുരുക്കം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കർത്താവേ കാലച്ചുരുക്കം പ്രാപിക്കാൻ കർത്താവേ ഉടനടി അഭിഷേകം ചെയ്യണമേ. കർത്താവേ തീരാവ്യാധികളും എല്ലാം ഉടനടി അഭിഷേകം പ്രാപിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി യേശുവേ പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ കാലച്ചുരുക്കം പ്രാപിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണെന്നുള്ളതാണ് ഇന്നലെ വരെ നമ്മൾ ധ്യാനിച്ചത്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാകും. കാലച്ചുരുക്കം പ്രാപിക്കുന്നതിന് ഏത് പുണ്യമാണ് ഉപയോഗിക്കേണ്ടത്. അമ്മ മാതാവ് ഏത് പുണ്യമാണ് ഉപയോഗിച്ചത്? അതാണ് മരിയൻ ഉടമ്പടിയുടെ മർമ്മങ്ങൾ. ഏത് പുണ്യം? പുണ്യം എന്ന് പറയുമ്പോൾ ഇതാ നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതെല്ലാം പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളുണ്ട്. അതിലെന്താണ് ദൈവിക പുണ്യങ്ങൾ? വിശ്വാസം, അല്ലേ? പ്രത്യാശ, ദൈവസ്നേഹം. ഇതിലേത് പുണ്യം പ്രയോഗിച്ചാൽ, പുണ്യത്തിൽ നമ്മൾ പുരോഗമിച്ചാൽ കാലച്ചുരുക്കം പ്രാപിക്കാം എന്നാണ്. ഏതാ? അതാണ് പ്രശ്നം. ഇത് വളരെ ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. ക്രിസ്ത്യൻ ലൈഫ് ഒരു ഇമോഷണൽ ലൈഫ് എന്നതിനേക്കാളുപരി ഇൻ്റലക്ച്വൽ ലൈഫാണ്, ബുദ്ധിപരമായ ജീവിതമാണ്. അമ്മ ഏത് പുണ്യമാണ് ഉപയോഗിച്ചതെന്ന് അറിയണം. നമ്മളൊക്കെ പാരമ്പര്യമായി അറിയാവുന്നതാണ് നിങ്ങൾ പറഞ്ഞത്, എളിമ, സഹനം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കണതേ ദൈവസ്നേഹമാണ് അമ്മ ഉപയോഗിച്ചത്. കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്താ? ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എങ്കിലും രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? അങ്ങനെ ചോദ്യം ചോദിച്ചില്ലേ ഈശോ? ഇല്ലേ? 18:7 ലൂക്ക 18:7 എന്ന് പറഞ്ഞ്, എങ്കിലും രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? അപ്പോൾ രാവും പകലും ഇങ്ങനെ തുടർച്ചയായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴായാലും നമുക്ക് നീതി നടത്തി കിട്ടും. കാലവിളംബം വരുത്തത്തുമില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാടാണത്. അപ്പം ദൈവം കാലവിളംബം വരുത്തണില്ല, പോളിസി മാറ്ററാണ്. പക്ഷെ പിന്നെ കാലവിളംബം വരുത്തുന്നത് ആരായിരിക്കും? നമ്മളായിരിക്കും. അവിടെയാണ് നമ്മളുടെ റോളുള്ളത്. ദൈവത്തിൻ്റെ പോളിസി മാറ്റർ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ കാലവിളംബം വന്നു പെടണത് എന്താണ്? നമ്മളുടെ അതിനോടുള്ള നമ്മളതിനെങ്ങനെ സമീപിക്കണത് എന്ന രീതിയിലിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സക്കറിയ പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? സക്കറിയായോട് പറഞ്ഞു. അപ്പോൾ സക്കറിയ എന്നാ പറഞ്ഞു? സക്കറിയ പറഞ്ഞത്, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണെന്ന് പറഞ്ഞു, അല്ലേ? ഞാൻ വൃദ്ധനാണ്. ആദ്യം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ അറിയും? അപ്പം ലുക്കായുടെ സുവിശേഷം 1:20, ഇത് ഞാൻ എങ്ങനെ അറിയും? എന്താ കാരണം? ഒന്ന്, ഞാൻ വൃദ്ധനാണ്. രണ്ടാമത്തത്, പ്രായം കവിഞ്ഞവളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മറുപടി പറയും. ക്ലിയർ അല്ലേ? പിന്നെ സക്കറിയാക്ക് എന്നാ സംഭവിച്ചത്? പ്രാർത്ഥനാ മുടക്കുണ്ടാവും. ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ജോലി എന്താ? പ്രാർത്ഥന. അപ്പം നീ മുമ്മൂകനായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രാർത്ഥനാ മുടക്ക് വന്ന അയാൾക്ക്, പുരോഹിതന് പ്രാർത്ഥന മുടക്ക് വന്നാൽ പിന്നെ എന്നാ പറ്റും? ആ ജോലിയിൽ നിന്ന് പോകും. ശുശ്രൂഷ ഇനി ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നീ പ്രാർത്ഥിക്കേണ്ട എന്നാണ്, നീ ഇനി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ അർത്ഥം, അല്ലേ? നീ പ്രാർത്ഥിക്കേണ്ടെന്ന്. പക്ഷേ ഇത് ലുക്ക 1:20. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
ഇത് തന്നെയല്ലേ അമ്മയും പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് സക്കറിയ ചോദിച്ചു 1:20. അത് തന്നെയല്ലേ അമ്മയും ചോദിച്ചത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ എന്നാണ് അമ്മയും പറഞ്ഞത്. അമ്മയ്ക്ക് പ്രാർത്ഥന മുടക്കില്ല. ഞാൻ അറിയുന്നില്ലല്ലോ എന്നാണ് സക്കറിയായും പറഞ്ഞത്. ലുക്ക 1:34 അമ്മ പറഞ്ഞത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞേ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ ലൂക്ക 1:34 അമ്മ പറഞ്ഞത് ഞാൻ അറിയുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. പക്ഷേ അമ്മയോട് സൗമ്യമായിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്, ഇല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും, തന്നിമിത്തം നിന്നുദ്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കും. എന്താണ് സൗമ്യതയോടെ അമ്മയോട് സംസാരിക്കാൻ കാരണം? ഇതെവിടെയാണ്? ഇവർ രണ്ടും പറയണ ഒരു കാര്യമാണ്. ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് സക്കറിയ പറഞ്ഞു 1:20. ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞു 1:34. പക്ഷേ എന്തുകൊണ്ടാണ് രണ്ട് റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് വരണത്? എവിടെയോ ഇതിൻ്റെ അകത്തൊരു മർമ്മമുണ്ട്. ഒരു പക്ഷേ പ്രസൻറ്റേഷൻ ടൂണിൽ വന്നിട്ടുള്ള വിഷയമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടോണില്ലേ, ടോണിൻ്റെ അകത്തു നിന്നാണ് ഇത് തിരിച്ചു വരണത്. അമ്മ പറഞ്ഞ ടോണും സക്കറിയ പറഞ്ഞ ടോണും. ശബ്ദത്തിന് എപ്പോഴും എന്താ പ്രശ്നം? ഈ ലിഖിതത്തിന് ടോണില്ല. ലിഖിതത്തിൽ ടോണില്ല, പക്ഷേ ശബ്ദത്തിന് ടോണുണ്ട്. ഈ ടോണിൽ നിന്ന് വന്ന എക്സ്പ്രഷനിൽ നിന്നാണ് വിശ്വാസമോ പ്രത്യാശയോ സ്നേഹമോ എക്സ്പ്രസ് ചെയ്യണത്. എന്ത് പറഞ്ഞെന്നല്ല പ്രശ്നം, എന്ത് ടോൺ ഉപയോഗിച്ചു എന്നാണ് പ്രശ്നം. അമ്മയുടെ ടോണിൽ ദൈവത്തിന് സ്നേഹം ഫീൽ ചെയ്തു. എന്താ കാര്യം? സക്കറിയാവിൻ്റെ ടോണിൽ വിശ്വാസം ഫീൽ ചെയ്തില്ല എന്നാണ് ഗബ്രിയേൽ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ലേ? സക്കറിയ പറഞ്ഞ ടോണിൽ ഇതെങ്ങനെ അറിയും? എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ്, ഞാൻ വൃദ്ധനാണെന്ന് പറഞ്ഞ ടോണില്ലേ, അതിൽ വിശ്വാസം ഫീൽ ചെയ്തില്ല എന്നാണ് ഗബ്രിയേൽ പറഞ്ഞത്. എന്താ കാര്യം? അടുത്ത വചനം എഴുതിയിട്ടുണ്ട്, യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അവിശ്വസിച്ചത് കൊണ്ട് അതാണ് പ്രശ്നം. വിശ്വാസം ഫീൽ ചെയ്തില്ല. രണ്ടുപേരും പറഞ്ഞതൊരു കാര്യമാണ്, പക്ഷേ സക്കറിയാവിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് വിശ്വാസം ഫീൽ ചെയ്തില്ല. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ഫീലിങ്സിലാണത് പറയുന്നു, അതാണ് വിഷയം. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഫീൽ ചെയ്യണം നിങ്ങൾ പിതാവെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. പറഞ്ഞു മനസ്സിലായില്ലേ? എന്ത് ഉദ്ദേശമാണ് പ്രശ്നം, എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം, എന്ത് ഉദ്ദേശത്തിലൂടെ, വാട്ട് യു മീൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലെ. അതുകൊണ്ട് സക്കറിയാവിൻ്റെ കാര്യത്തിൽ പറയും, യഥാകാലം നിറവേറേണ്ട പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ ഊമനായി തീരും. അപ്പോഴ് വചനത്തിൻ്റെ വിഷയം എന്താ? യഥാകാലം വചനമെല്ലാം നിറവേറേണ്ട ഒരു കാലമുണ്ട്, ഇല്ലേ? ലുക്ക 1:20 എന്താ പറയണത്? ലുക്ക 1:20 യഥാകാലം പറഞ്ഞ് നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ ഊമനായി തീരും. അപ്പം വചനത്തിൻ്റെ വിഷയം എന്താ? വചനം നിറവേറുന്നതിന് ഒരു നിശ്ചിത കാലം ഉണ്ട്, ഇല്ല? കാലം, സമയം തന്നെ കണ്ട അവിടെ സമയം വരുന്നുണ്ട്. അവിടെ കാനായിലെ വിഷയം അതാണ്, കാലമുണ്ട്. കർത്താവ് പറയും ഇത് നിറവേറേണ്ടതിനൊരു കാലം ഉണ്ട് എന്ന് പറയും. ഇപ്പം
യോഹന്നാൻ 2:3 നമ്മളെന്താ വായിക്കണത്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ കർത്താവ് കാലം ആയിട്ടില്ല എന്നാണ് പറയണത്. പറഞ്ഞാൽ മനസ്സിലായോ? കാലം ആയിട്ടില്ല, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, കാലമായിട്ടില്ല. യഥാകാലം വചനങ്ങളെല്ലാം നിറവേറേണ്ടതിന് ഒരു കാലമുണ്ട്. കാലം ആയിട്ടില്ല എന്നാണ് പറയണത്. അതിന് അമ്മ പറയണ മറുപടി എന്താ? അവൻ പറയണത് പോലെ ചെയ്യുക. അതിലെന്താ ഉള്ളത്? ആ ടോണാണ് പ്രശ്നം അവിടുത്തെ. വീണ്ടും ടോൺ വരുന്നുണ്ട്. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ അമ്മ ആ പറച്ചിൻ്റെ ഉള്ളിലെ എന്താണ്? ഒരു സ്നേഹമുണ്ട് ശരിക്കും. വിശ്വാസത്തെക്കാൾ ഉപരി തടസ്സങ്ങളെ അതിജീവിക്കണത് വിശ്വാസത്തെക്കാൾ ഉപരി പവർ ആർക്കാ? സ്നേഹത്തിനാണ്. അപ്പം എൻ്റെ സഹോദരൻ ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിന് വിശ്വാസത്തെക്കാൾ പവർ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറയണമെന്നറിയാമോ? ഇപ്പോൾ ലൂക്ക 18:8 എന്താ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ, അവശേഷിക്കുമോ? അപ്പോൾ വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ചില കാലാവസ്ഥകൾ വരുമ്പോൾ വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റിങ്ക്റ്റായി പോകും. നമുക്കും അങ്ങനെയല്ലേ? സങ്കടങ്ങൾ പെരുകണ കാലം വരുമ്പോൾ ഇപ്പം ക്ലേശം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഇല്ലാണ്ട് വരത്തില്ല. അധർമ്മം വർദ്ധിക്കുമ്പോൾ ഇപ്പം ലൂക്ക മത്തായിയുടെ സുവിശേഷം 21 വായിക്കുമ്പോൾ ലൂക്കായിലുണ്ട് 21 എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ പറഞ്ഞേ, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. പക്ഷേ മിശിഹായുടെ കാലം വരുമ്പോൾ ക്ലേശങ്ങളുടെ അവസാനമാണല്ല മിശിഹ വരണത്. അപ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിക്കണത്. വിശ്വാസത്തിൽ മാത്രം നമ്മൾ അവലംബിച്ചാൽ ക്ലേശങ്ങളുടെ കാലത്ത് വിശ്വാസം നിർവീര്യമായി പോകാനോ എക്സ്റ്റിങ്ക്റ്റായി അപ്രത്യക്ഷമായി പോകും, ഇല്ലാണ്ടായി പോകും. വിശ്വാസം കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും, അവശേഷിക്കത്തില്ല. അപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾക്ക് വിശ്വാസത്തെ നമുക്ക് അവലംബിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ അവലംബിക്കണത്? എല്ലാത്തിനെയും അതിജീവിക്കണ എന്താ? സ്നേഹമാണ്. ആ തണുത്താലും അതുണ്ടാവണം. തണുത്താലും നിലനിൽക്കണത് എന്താ? അതുകൊണ്ടല്ലേ പൗലോസ് പറയണത് എന്താണ്? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 കൊറിന്ത്യസ് 13:7 ഒന്ന് പറഞ്ഞേ. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അപ്പോഴേ എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം പരിശീലിക്കണം ഉടമ്പടി ക്രിസ്ത്യാനി. എന്താ കാര്യം എന്നറിയാമോ? ഈ സമയച്ചുരുക്കത്തിൻ്റെ കറക്റ്റ് കണ്ടൻറ്റ് എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം തന്നെയാണ്, ദൈവസ്നേഹം തന്നെയാണ്. ഈ ദൈവസ്നേഹമാണ്. ഇപ്പോൾ സക്കറിയ സ്നേഹത്തോടെയാണത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കാര്യം മിണ്ടാണ്ടിരിക്കാൻ പറയാത്തില്ലായിരുന്നു. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാളുപരി വാട്ട് ടോൺ യു ആർ യൂസിങ്, നീ എന്ത് ടോണാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉപയോഗിക്കുന്നത്, അത് പക്ക ദൈവസ്നേഹത്തിൻ്റെതായിരിക്കണം. കാര്യം സ്നേഹമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ പോകും. കാര്യം ഇപ്പം നിനക്ക് കുഞ്ഞിനെ കർത്താവ് തരാൻ വൈകുന്നു, പക്ഷേ വിശ്വാസമില്ലാത്ത നിൻ്റെ കൂട്ടുകാർക്ക് കുഞ്ഞിനെ കിട്ടി, അപ്പോഴേ അത് നിന്നെ സങ്കടപ്പെടുത്തി. ആ ഒരു സംഭവത്തിനെയും നിൻ്റെ ദൈവസ്നേഹം അതിജീവിക്കണം. എന്നിട്ട് നിങ്ങൾ സ്നേഹം അവശേഷിക്കണം. ദൈവം വരുമ്പോൾ, ദൈവം ഇടപെടുന്ന സമയത്ത്
അവശേഷിക്കുന്നതായിട്ട് കാണേണ്ട സംഭവമാണ് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പോഴത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ദൈവം സർവൈവ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവസ്നേഹം ആർജിക്കാൻ നമ്മൾക്കുള്ളത് അതാത് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, പ്രതിസന്ധികളെ ക്ലേശങ്ങളെ അതിജീവിക്കുന്ന പരിശുദ്ധ അമ്മയിലെ വിളങ്ങിയിരുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, 1 കൊരിന്ത്യർ 14:1 പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹമായിരിക്കട്ടെ ഞങ്ങളുടെ ലക്ഷ്യം. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും ദൈവത്തോടുള്ള പ്രതിബദ്ധതയിലും ദൈവസ്നേഹം അഭിഷേകമാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോഹൗ ജ്ഞാനസൂത്രം പിടികിട്ടില്ലേ? ദൈവസ്നേഹത്തിലാണ് ഈ വർക്കൗട്ട്. ഇത് ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വൈഫുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒന്ന് സമാധാനത്തിൽ സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾ പറയും അവൾ സംസാരിക്കട്ടെ, അവൾ എന്നെ വിളിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവൾ വിചാരിക്കണത് എന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഇല്ല, ഇച്ചായൻ കയറി ഉടക്കി പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇച്ചായല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോണത്. എന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ചെന്നാൽ എനിക്കൊരു വിലയും ഉണ്ടാകത്തില്ല. അതാണ് അവൾ പറയണത്. അല്ല, അതുകൊണ്ട് അവൾ കർത്താവിനോട് പറയാം, കർത്താവ് ഇച്ചായനെ വിളിക്കണേ, ഇച്ചായനെ വിളിക്കണം എന്ന്. ഞാൻ വിളിക്കുമ്പോൾ അത് ശരിയാകത്തില്ല. അതാണ് അവൾക്കുള്ള ഈഗോ സംഭവം. ഇങ്ങനെ കുറച്ച് ഈഗോ ഉള്ളതുകൊണ്ട് എന്താ പറയണത്? കാലതാമസം വരുന്നു. എന്താണ് ഈ കാലതാമസം വരണത്? ഒരു വിഷയം വചനം നടപ്പിൽ വരുത്താൻ കാലതാമസം വരണത് എന്തുകൊണ്ടാണ്? ഈഗോ കൊണ്ടാണ് വരണത്. എല്ലാത്തിനും അങ്ങല്ല, ചില കാര്യങ്ങൾക്ക് ഈഗോ ആണ്. ഇവിടെ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിശ്വാസത്തെക്കാൾ ഉപരി ദൈവസ്നേഹമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായ കാര്യത്തിനാൽ നമ്മൾക്കിത് ഉച്ഛിഷ്ടം പോലെ കരുതിയാൽ മാത്രമേ നമുക്കിത് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ എന്നാ പറയണത്? അങ്ങനെ കരുതണമെങ്കിൽ ആരെ പ്രതി കരുതണം? ക്രിസ്തുവിനെ പ്രതി. അതാണ് ഫിലിപ്പിയർ 2:8. ഫിലിപ്പിയർ 2:8 പറയണത്, ക്രിസ്തുവിനെ പ്രതി ഞാനിത് ഉച്ഛിഷ്ടം പോലെ, എൻ്റെ ഈഗോ ഇല്ലേ, ഞാൻ എൻ്റെ കാലതാമസം വരുത്തണ, ഈ ചായം വിളിക്കട്ടെ, ചായം വിളിക്കട്ടെ, അല്ലെങ്കിൽ അവൾ വിളിക്കട്ടെ എന്ന് പറയുന്നത് കാലതാമസം വരുത്തണ ഈഗോ ഇല്ലേ, അതിനെ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ പ്രതി എൻ്റെ ഈഗോ ഞാൻ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതണം. അതിനെന്ത് വേണം നമുക്ക്? ക്രിസ്തുവിനോട് സ്നേഹം വേണം. അതാണ് സംഭവം. സ്നേഹം മാത്രമാണ്. സ്നേഹം വർക്കൗട്ട് ചെയ്യുന്നത് അവിടെയാണ്. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ചില വചനങ്ങൾ നടപ്പിൽ വരുത്തണമെങ്കിൽ ഫിലിപ്പിയർ 2:8 പ്രകാരം പല വിഷയങ്ങളും ഞാൻ ഉച്ഛിഷ്ടം പോലെ ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ കരുതണം. അങ്ങനെ കരുതാൻ ആവശ്യമായ ദൈവസ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എന്നെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഉച്ഛിഷ്ടം പോലെല്ലാം കരുതിക്കൊണ്ട് കർത്താവേ, അങ്ങയോട് കൂടി ആയിരിക്കാൻ, അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ, ഉടമ്പടിയിൽ ആത്മാവിൽ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന,
യേശുവേ ആരാധന. Praise the Lord. Praise the Lord. ഈ ദൈവസ്നേഹം നിറഞ്ഞ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളിലെ ഇപ്പം ദൈവസ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണല്ലോ നമുക്ക് ലാഗിങ് വരണത്. മറ്റതെല്ലാം പ്രാധാന്യമായിട്ട് കരുതുന്നത്, ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യമായിട്ട് നമ്മുടെ ഈഗോയും മറ്റെല്ലാ കാര്യങ്ങളും കാണുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹക്കുറവുണ്ടല്ലേ. ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹം എങ്ങനെ കൂട്ടാൻ പറ്റും നമ്മൾ? ഇതിനാണ് ഉടമ്പടിയിൽ കുറേ പ്രോഗ്രാമുള്ളത്. എന്ത് പ്രോഗ്രാമാണുള്ളത്? പദ്ധതികളല്ലേ. ഇപ്പം മരിയൻ പോലും ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല, പദ്ധതിയുടെ ഭാഗമാണ്. ഇപ്പം മരിയൻ നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യണത്? അമ്മയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്തുകൊണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യണത്? അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടല്ല, പിന്നെ എന്താണ്? പദ്ധതിയുടെ ഭാഗമാണ്. പദ്ധതി ദൈവവിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് ആദ്യമേ അമ്മയെ അവതരിപ്പിക്കുന്നത് സുവിശേഷത്തിൽ, അല്ലേ? മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് അടുക്കളയിൽ തന്നെ ആദ്യം അമ്മയെ കൊണ്ടുവരുന്നത് എന്താ? അടുക്കള ഇല്ലാതെ ജീവിക്കുന്നത്. എല്ലാവരും ജീവിക്കണത് എന്തിനാണ്? അടുക്കള തീർന്നില്ലേ? അതുകൊണ്ട് അമ്മയെ അടുക്കളയിൽ തന്നെയാണ് ബൈബിൾ ആദ്യം പ്രതിഷ്ഠിക്കുന്നത്. ഭയങ്കര സുന്ദരമാണ് കർത്താവിന്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി. നമ്മളെല്ലാം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചും ഭൗതിക ആവശ്യങ്ങൾ നിറവേറി തന്നെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് 10 കൃപാസനത്തിൽ അമ്മ അടുക്കളയിൽ നിർത്തിയിരിക്കണ കൊണ്ട് തന്നെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് കരച്ചിലും മ്ലാനതയും, മ്ലാനത ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ മനുഷ്യൻ എന്നാ സംഭവിക്കണത്? മുഖത്ത് വരും അത്, അല്ലേ? മ്ലാനത വരും. അവൾ മ്ലാനത മാറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന മ്ലാനത പിന്നെ ഉണ്ടായില്ല എന്ന്. ആരാണത്? ഹന്നയെക്കുറിച്ച് പറയണത്, അവൾ വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കണ്ണീരിട്ടപ്പോൾ ഹേലി പറഞ്ഞു, നീ വെള്ളം അടിച്ചിട്ടാണ് പിച്ചും പേയും പറയണത്, എഴുതിരി പൊടി എന്ന് പറയും. അപ്പോൾ പറയും, പ്രഭു അങ്ങനെയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ അതപ്പതിച്ച ആളില്ല. കുഞ്ഞില്ലാണ്ടത്തിൻ്റെ വിഷയത്തിൽ വീട്ടിൽ ഭയങ്കര എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലുണ്ട്. കാര്യം അയാൾ 2ാമത് കല്യാണം കഴിച്ചവൾ പെനിന്നക്ക് കുഞ്ഞുങ്ങളുള്ളത് കാരണം അവൾ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് കുടുംബത്തിൽ. അടുക്കളയെപ്പോലും എനിക്ക് സ്ഥാനമില്ലാണ്ടായി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങടത്തല്ലാതെ എവിടെ എനിക്ക് ആശ്രയം, അതുകൊണ്ട് ഞാൻ അറിയാണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ കരഞ്ഞു പോയതാണെന്ന് പറയും. അപ്പോഴേ പറയും, മകളെ, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് പറയും. അൽത്താറിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആശംസയാണ്. 1 സാമുവൽ 1 സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവായ ദൈവമേ. 1 സാമുവൽ 12 ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കാം. ഹല്ലേലൂയ. 1 സാമുവൽ 1:17-18. 1 സാമുവൽ 1:17-18. ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ. അൾത്താറയിൽ നിന്ന് ലഭിക്കുന്ന ആശംസയാണ്. ഈ അൾത്താറയിൽ നിന്ന് ലഭിക്കുന്ന ആശംസ അത് നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ, ആശംസകൾ എല്ലാം അനുഭവമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, സർവോപരി ദൈവസ്നേഹം വേണം. ഹന്നയ്ക്ക് നല്ല ദൈവസ്നേഹമുള്ള ആളാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി. പക്ഷെ അൾത്താറയിൽ നിന്നൊരു ആശംസ കിട്ടിയാൽ അത് ബൈബിൾ പറയണത് അവൾ വീട്ടിൽ പോയി മ്ലാനത മാറ്റിയെന്നാണ്. പറഞ്ഞാൽ മനസ്സിലായി? ആ വാക്കെല്ലാം ബൈബിൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കണത്. അവൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, മ്ലാനത മാറ്റി. ഇപ്പം നിങ്ങളും വീട്ടിൽ പോകുമ്പോൾ, ഇപ്പോൾ IELTS പരീക്ഷ വരികയാണ്, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ മ്ലാനത ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ആരാണെന്ന് മുഖത്ത് നോക്കിയാൽ ദൈവത്തിന് അറിയണം. ഇപ്പം നിങ്ങൾ രോഗിയാണ്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സന്തോഷത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരു ചേച്ചി എഴുന്നേറ്റ് വന്നില്ല, അവർ വീൽ ചെയറിൽ വന്ന ആളല്ലേ, അല്ലേ?
അപ്പം ഞാൻ 9 മണിക്ക് ഞാൻ വയറ് കൊണ്ട് പൊള്ളി ഞാൻ തകർന്ന്, എനിക്കറിയാമല്ലോ, എനിക്ക് 8 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാലൻസ് പോകും. കാര്യം ഞാൻ ഈ 2:30 തൊട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ഒരുമാതിരി 7:30 കഴിഞ്ഞ് അച്ഛനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അവരെന്താ വീൽചെയറിലാണ് വന്നിരിക്കുന്നത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ഞാൻ എൻ്റെ സങ്കടം മാറ്റിയിട്ട് ചെന്ന് അവളെ തൊടുകയാണ്. ഞാൻ തൊടുമ്പോഴേ എൻ്റെ മനസ്സിലുള്ളത് എന്താ, അവൾ എഴുന്നേറ്റ് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തു മഹത്വപ്പെടണം. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ സഭ സംരംഭമാക്കിയില്ലെങ്കിൽ സഭ പിരിച്ചു വരേണ്ടി വരും. വേറെ എന്തെല്ലാം ഉണ്ട്, സഭയ്ക്ക് കോളേജുണ്ടോ, സഭയ്ക്ക് ഫാക്ടറി ഉണ്ടോ, അതൊന്നും കർത്താവിന് വിഷയമേ അല്ല. നമ്മൾ വിഷയം ഉണ്ടാക്കിയതാണത്. കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്ന് പറയാനോ അനുഭവിപ്പിക്കുവാനും സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് വെറും വേഷമാണ്. കാര്യം ഈശോ ഇന്നും ജീവിക്കണമല്ലോ. ഇന്നും ജീവിക്കുന്ന ഈശോനെ നമ്മൾ അടയാളങ്ങളിലൂടെയാണ് ആദ്യം നൽകേണ്ടത്. കാര്യം ആദ്യം നൽകിയിരുന്ന അടയാളങ്ങളിലൂടെയാണ്. ഈ സ്നേഹത്തിൻ്റെ സൽപ്രവൃത്തികൾ പോലും കർത്താവ് ജീവിക്കുന്നുള്ളതിൻ്റെ അടയാളമാണ്. ഭൂമിയിൽ സഭ ക്രിസ്തുവിൻ്റെ അടയാളമാണ്. അടയാളം എന്തിനാണ്? തിരിച്ചറിയിക്കുന്നതാണ്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് തിരിച്ചറിയിക്കാൻ സഭയ്ക്ക് കഴിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ലോകസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഇന്ന് ജീവിക്കുന്ന അടയാളങ്ങൾ പ്രഘോഷിക്കപ്പെടാൻ, സ്ഥിരീകരിക്കപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകസഭയുടനീളം അഭിഷേകമാകട്ടെ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ദൈവം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം, എന്നുള്ള പ്രത്യാശ, എന്നുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ മ്ലാനത മാറേണ്ടത്. ക്രിസ്തു ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നത് എന്താണ്? മ്ലാനതയാണ് ഉണ്ടായത്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഇല്ലേ? ലുക്ക 24:7 അവർ മ്ലാനവദനരായി എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് ഈശോ ചോദിച്ചത് അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ, ക്രിസ്തുവിൻ്റെ ഇടപെടലിൽ സംശയമുള്ളവർ സക്കറിയാവിനെ പോലെയുള്ളവരാണ്. കാര്യം യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച ആളല്ലേ സക്കറിയ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിശ്വാസത്തിൽ നിന്നാണ് മ്ലാനത ഉണ്ടാവുന്നത്. പറഞ്ഞ മനസ്സിലായ? നിൻ്റെ കടമായാലും ഇപ്പം 6 കോടി കടമുണ്ടായിരുന്ന ആൾക്കാർ ഒറ്റ ഉടമ്പടി കൊണ്ട് രക്ഷപ്പെട്ടല്ല. ഇവിടെ സാമ്പത്തികമായ എത്രയോ വിഷയങ്ങൾ ഇവിടെ ആൾക്കാർ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നു. അപ്പോൾ എല്ലാത്തിനും സമാധാനമുണ്ട്. എല്ലാത്തിനും സമാധാനം എന്താണ്? ക്രിസ്തുവാണ് സമാധാനം. ആ ക്രിസ്തുവിലുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ സ്നേഹമാണ് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യേണ്ടത്. നിങ്ങളെപ്പോലെ രോഗികളെ ശുശ്രൂഷിക്കുന്നു അല്ലേ? കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഔട്ട് ഓഫ് ലവ് ടു ജീസസ്. അതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? അതൊക്കെ ക്രിസ്തുവിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ. എന്നിട്ട് എന്തിനാ? ഉപവസിക്കുമ്പോഴും കർത്താവ് പറയും, നീ എണ്ണയിട്ട് കുളിക്കാൻ പറയും. എന്താണ്? നീ സന്തോഷമായിരിക്കാൻ. എന്ത് ഓസ്റ്റിരിറ്റി കാണിച്ചാലും കർത്താവിൻ്റെ ഒരു പോളിസിയുണ്ട്. ഒരു വിശ്വാസിയുടെ ഒരു പോളിസി എപ്പോഴും സ്മാർട്ടായിരിക്കും. ഈ സ്മാർട്ട്നെസ്സൊക്കെ കൊണ്ടുവന്നത് ആരാ? വിശ്വാസി കൊണ്ടുവന്ന വാക്കുകളാണത്. നീ എണ്ണയിട്ട് കുളിക്കണമെന്ന് പറയും. എപ്പോൾ കണ്ടാൽ സ്മാർട്ടായിരിക്കണം. എന്താണ്? ക്രിസ്തു ജീവിക്കുന്നു. ഏത് സമയത്തും നിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു ഇടപെട്ട് നിൻ്റെ കണ്ണിൽ തുറക്കും. ഐ ആം സ്മാർട്ട്. എന്താ കാര്യം? ഞാൻ സന്തോഷിക്കുന്നു.
കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഒന്ന് പറഞ്ഞ്, ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ മ്ലാനവതനായിരിക്കില്ല. എന്തെന്നാൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളിലും ജീവിത ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും മ്ലാനവതനാകാതിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമാകണമേ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ എന്റെ കർത്താവ് ജീവിക്കുന്നു. അഭിഷേകമാകട്ടെ. ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. എല്ലാവരും ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധന പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ നിവേശിതമായി ദൈവസ്നേഹത്തിന്റെ പ്രേരണയിൽ കർത്താവെ അങ്ങ് ജീവിക്കുന്നെന്ന് വലിയ ബോധ്യത്തോടുകൂടി പുണ്യപ്രവർത്തികൾ ചെയ്ത് മഹത്വപ്പെടുത്താൻ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോഴും മ്ലാനത വെടിയണം. കാരണം എന്താണ്? അത് അവിശ്വാസത്തിൻ്റെ മുഖഭാവമാണ്, അവിശ്വാസത്തിൻ്റെ ടോണാണ്. വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ദൈവിക പുണ്യങ്ങളാണ് നമുക്ക് സന്തോഷം കൊണ്ടുവരേണ്ടത്. ഇപ്പം ലുക്ക 24:17 അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന മ്ലാനത കാരണം അവർ വിശ്വാസത്തിൽ നിന്നും ദൈവസന്നിധാനത്തിൽ നിന്നും തിരിച്ചു പോവുകയായിരുന്നു ചെയ്യണത്. നമ്മൾ തിരിച്ചു പോവുകയല്ല, തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ. എപ്പോഴും വരേണ്ട ഒരു വിഷയം, സ്നേഹത്തിൽ നിന്നാണ് ഈ മ്ലാനത മാറുന്നത് അല്ലേ. ഗലാത്യർ ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്നേഹം, ആനന്ദം എന്ന് പറഞ്ഞ് അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് മ്ലാനത മാറണത്. സ്നേഹം, ആനന്ദം. ഗലാത്യയില്ലേ, ഗലാത്യ 5:22 സ്നേഹം, പിന്നെ അടുത്ത വാക്ക് എന്താ? ആനന്ദം. അപ്പം മ്ലാനത മാറ്റുന്നത് എങ്ങനെയാണ്? സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയുമ്പോഴാണ്. എൻ്റെ മക്കളെ, നമ്മുടെ വീട്, ജോലി, വിവാഹം, സൗഖ്യം, അതൊക്കെ ഇഫക്റ്റാണ് ഈ ഫലങ്ങളുടെ. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹവും ആനന്ദവുമാണ് ഈ മ്ലാനത മാറ്റുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മ്ലാനത മാറ്റുന്ന പരിശുദ്ധാത്മാ ഫലങ്ങളാൽ, സ്നേഹത്താൽ, ആനന്ദത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, സന്തോഷത്തിന്റെ അമ്മേ, ആനന്ദത്തിന്റെ അമ്മേ, ഞങ്ങൾ ദൈവസ്നേഹം നിറയ്ക്കണമേ, ആനന്ദം നിറയ്ക്കണമേ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. എൻ്റെ മക്കളെ, നിങ്ങൾ സ്ത്രീകൾ, പുരുഷന്മാർ മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. നമ്മൾക്ക് മ്ലാനത മാറ്റാൻ, ആന്തരികമായ കെട്ട്, ദുഃഖം മാറ്റാൻ വേണ്ടി നമുക്ക് അഭിഷേക പ്രാർത്ഥന ചൊല്ലാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ട സമയമാണിത്. കർത്താവെ,
അങ്ങയുടെ അഭിഷിക്തൻ ഇപ്പോഴ് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 14 പേരും അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്തവരാണ്. ഞങ്ങൾക്ക് ഹന്നയെപ്പോലെ ഞങ്ങളെ മ്ലാനത നീ ഇപ്പോഴും മാറ്റണം. 1 സാമുവേലിൻ്റെ 1:18 ഹന്ന മ്ലാനത മാറ്റിയതുപോലെ ഞങ്ങളുടെ മ്ലാനത മാറ്റുവാൻ നീ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ദൈവസ്നേഹത്താലും ആനന്ദത്താലും ഞങ്ങൾ അഭിഷേകം ചെയ്യണം. കൈ വിടർത്തി വെക്കുക. അച്ഛനെ പോലെ കൈ വിടർത്തി വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളും ഇപ്പോൾ ഈ ശുശ്രൂഷ ലൈവായി കൂടുന്നവര് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഇപ്പോൾ ശുശ്രൂഷ ലൈവായി കൂടുന്ന അനേകം നാടുകളിലുള്ളവര് അവരടുത്തിരിക്കുന്നവർക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സ്വന്തം കൈകൾ കർത്താവിൻ്റെ നാമത്തിൽ സ്വന്തം തലയിൽ വെക്കുക. അകലെ ലൈവായി നാടുകളിലും വീടുകളിലും ഇരുന്നുകൊണ്ട് ശുശ്രൂഷ കൂടുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ സ്വന്തം കൈകൾ തലയിൽ വെക്കണം. അതിനുശേഷം അച്ഛൻ അതിനുമുമ്പ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കേട്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശിരസിൽ വെക്കാനുള്ള എൻ്റെ പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലും എൻ്റെ ശിരസിലും പതിയാനുള്ള കൈകളെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ. എന്റെ പാപക്കറകളെ കഴുകി വെടിപ്പാക്കണമേ. ഈശോ വിശ്വാസമെന്ന പുണ്യത്താൽ പ്രത്യാശയെന്ന പുണ്യത്താൽ ദൈവസ്നേഹമെന്ന പുണ്യത്താൽ മ്ലാനത മാറ്റുന്ന ദൈവസ്നേഹത്താൽ ആനന്ദത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ പ്രാർത്ഥനാ പങ്കാളിയെ അഭിഷേകം ചെയ്യണമേ. പരസ്പരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരസ്പരം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പരസ്പരം കൈകൾ വെക്കുക. പരസ്പരം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പരസ്പരം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പരസ്പരം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 1 കൊരിന്ത്യർ 13:7 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാത്തിനും അതിജീവിക്കുന്ന ദൈവസ്നേഹത്താൽ ഗലാത്യർ 5 കർത്താവേ 22 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ഫലങ്ങളായ ദൈവസ്നേഹത്താൽ ആനന്ദത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. 1 സാമുവേൽ 1:17 ഹന്നയുടെ മ്ലാനത മാറ്റിയ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. തിരുവചനങ്ങൾ തിരുവുദ്ധരിച്ചു കൊടുത്തപ്പോഴ് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മ്ലാനത മാറ്റിയ സന്തോഷത്താൽ അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോയ ദൈവത്തിലേക്ക് തിരിച്ചു വന്ന വിശ്വാസത്തിൻ്റെ വഴി നടന്നു തീർത്ത, പ്രത്യാശയുടെ വഴി നടന്നു തീർത്ത ദൈവസ്നേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച അപ്പോസ്തലികമായ പരിശുദ്ധാത്മ പാരമ്പര്യത്തിൻ്റെ ദൈവസ്നേഹത്താൽ ആദിമസഭയെ അഭിഷേകം ചെയ്ത ദൈവസ്നേഹത്താൽ ആദിമസഭയെ അഭിഷേകം ചെയ്ത വിശ്വാസത്താൽ ആദിമസഭയെ അഭിഷേകം ചെയ്ത അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുക്കിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ ദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. ഓ അഗ്നി അഭിഷേകമേ, ആമേൻ. ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, കരങ്ങൾ വീശി ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. നിങ്ങളുടെ ഈ വിശുദ്ധമായ കരങ്ങൾ തന്നെ
രോഗാതുരമായ സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ വെക്കുക. നിങ്ങളുടെ വിശുദ്ധമായ കരങ്ങൾ, ഇപ്പോൾ പൂശപ്പെട്ട കരങ്ങൾ, വിശുദ്ധമായ രക്തത്താൽ പൂശപ്പെട്ട കരങ്ങൾ, കർത്താവിൻ്റെ രക്തത്താൽ വിശ്വാസത്തിൽ പൂശപ്പെട്ട കരങ്ങൾ നിങ്ങളുടെ രോഗാതുരമായ ശരീരഭാഗങ്ങളിലേക്ക് വെക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ആയിരക്കണക്കിന് രോഗികൾ സുഖപ്പെട്ട പ്രാർത്ഥന സന്നിധാനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവേ, നീ ഇന്നും ജീവിക്കുന്നുവെന്ന് അനേകം മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കർത്താവേ അൾത്താറ നിൻ്റെ സാന്നിധ്യം കണ്ടതാണ്. നിൻ്റെ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യം കണ്ടതാണ്. കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വലത്ത് കരങ്ങൾ അവരുടെ മക്കളുടെ ശിരസ്സിലേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ നിന്നെ സ്പർശിക്കണമേ. കർത്താവേ, ദൈവത്തിൻ്റെ വലത്ത് കരങ്ങൾ, കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലത്ത് കരങ്ങൾ നിൻ്റെ ഉദര രോഗങ്ങളെ സുഖപ്പെടുത്തട്ടെ. അപ്പാ കൈ നീട്ടണമേ. ഈശോൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈശോൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. അപ്പാ, സമസ്തവും നിൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. സമസ്തവും നിൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. നിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രതി വീണ്ടും വരുന്നവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈ നീട്ടണമേ. അപ്പാ, ശിരസ് രോഗങ്ങൾ നിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ് രോഗങ്ങൾ, തൊണ്ട രോഗങ്ങൾ നിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൈകൾ സ്പർശിക്കണമേ. ഉദര രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, രോഗങ്ങളിൽ അപൂർവമായ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ മാത്രം വരുന്ന അപൂർവ രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, അപ്പാ, കൊറോണ വൈറസിനെ ലോകത്തുനിന്ന് നീ മാറ്റണമേ. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൊറോണ വൈറസിനെ ലോകത്തുനിന്ന് നീ ഉച്ചാടനം ചെയ്യണമേ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഉച്ചാടനം ചെയ്യണമേ. ആയിരക്കണക്കിന് രോഗികൾ കൊറോണ വൈറസിനാൽ വേദനിക്കുന്ന അപ്പാ, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, കൊറോണ വൈറസിനെ അവസാനിപ്പിച്ച് കളയണമേ. കൊറോണ വൈറസിനെ ഈ ഭൂമുഖത്തുനിന്ന് അവസാനിപ്പിച്ച് കളയണമേ. അപ്പാ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും എടുക്കുന്ന ആശുപത്രികളും ജീവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടം നടത്തുന്ന എല്ലാ മക്കളെയും അപ്പാ അഭിഷേകം ചെയ്യണമേ. അപ്പാ, ആശുപത്രികൾ അഭിഷേകം ചെയ്യണമേ. അപ്പാ എല്ലാ മക്കളെയും ഇവിടെ പ്രാർത്ഥിക്കുന്നവരെ, ത്വക്ക് രോഗികള്, വിസർപ്പ രോഗികള്, സോറിയാസിസ് അസുഖമുള്ളവര്, വാതരോഗികള്, എല്ലാ തരത്തിലുള്ള രോഗമുള്ളവര്, പ്രാന്തമുള്ളവര്, അവസ്ഥമായ രോഗികള്, ഓട്ടിസമുള്ളവര് എല്ലാവരെയും അപ്പാ നിന്റെ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, യേശുവിന്റെ നാമത്തില് സർവ്വ രോഗങ്ങള്, യേശുവിന്റെ നാമത്തില് തീരവേദികള് മാറിപ്പോകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതം ഓരോരുത്തരും എത്താതെ വരുമ്പോഴും നമ്മൾ മ്ലാനമധുരനായി മാറും. അത് മാറ്റാൻ വേണ്ടിയാണ് ഈശോയുടെ തിരുസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ അഭിമുഖീകരിച്ച് കഴിഞ്ഞവരും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പുതിയ ടെസ്റ്റ് ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കാൻ പോകുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
കുടുംബസമാധാനം ഇല്ലാത്തവർ, ജീവിത പങ്കാൾ അകന്നു പോയവർ, കുടുംബം തകർന്നു പോയവർ, കുഞ്ഞുങ്ങൾ പലതരത്തിൽ വഴിപിഴച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എല്ലാ തരത്തിലും അപസ്മാര രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മക്കൾ ദുർനടപ്പിൽ അകപ്പെട്ടു പോയവർ, പലതരത്തിലുള്ള ലഹരിയുടെ പിടുത്തത്തിൽ വീണ് പോയവർ, എന്തിനാണ് ഇനി ജീവിക്കണമെന്ന് അറിയാതെ മനസ്സിടിഞ്ഞ് ആകപ്പാടെ നിരാശയും സങ്കടമായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകൾ, രേഖകളില്ലാത്തവർ, പാകോടമ്പടി നടക്കാത്തവർ, കാണാതെ പോയ മനുഷ്യർ, കാണാതെ പോയ സ്വർണ്ണ ഉരുപ്പടികൾ, കാണാതെ പോയ രേഖകൾ, അതെല്ലാം മനുഷ്യനെ മ്ലാനവതമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇപ്പോഴൽത്താറയിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിന് തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരെയും അതിശക്തമായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടങ്ങളിൽ കഴിയുന്നവര്, പലിശരഹിത വായ്പകൾ ലഭിക്കാത്തവര്, രേഖയില്ലാ കടത്തിൽ കഴിയുന്നവര്, കർത്താവേ, സാമ്പത്തിക പ്രതിസന്ധി Lord Jesus, hallelujah, hallelujah, pour out your spirit, Jesus, hallelujah, touch the fire, thank you Jesus, hallelujah, soak with the precious blood, thank you Jesus, hallelujah, Lord, infuse your spirit, thank you Jesus, hallelujah, 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 infuse your spirit of power Jesus, hallelujah, and grace, thank you Jesus, hallelujah, 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 hallelujah. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവ് നല്ല അനുഗ്രഹങ്ങൾക്ക് താതന്റെ വാഗ്ദാനമേ, Thank you, Jesus. പരിശുദ്ധ റൂഹായേ, ചേർന്ന് പാടാം. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പാടാം. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഡേറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൃപാസനത്തിലെ വലിയ പ്രാർത്ഥനകളിലൊന്നാണ് ആരാധന. ആശീർവാദത്തിന് മുമ്പ് പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ദൈവം ഇടപെടേണ്ട ഡേറ്റുകൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലെ അവിടെ ദൈവസ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥനയിലെ ദൈവം സമയം ചുരുക്കം വരുത്തണ സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിൻ്റെ ഡേറ്റുകൾ, നിർണായകമായ ഡേറ്റുകൾ, നിൻ്റെ സങ്കട നിവൃത്തിക്കും നിൻ്റെ സൗഖ്യത്തിനുമുള്ള ഡേറ്റുകൾ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഭാഗോടമ്പടിയുടെ ഡേറ്റുകൾ, രോഗസൗഖ്യത്തിൻ്റെ ഇനി ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, വിവാഹത്തിൻ്റെ ഡേറ്റുകൾ, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ, ഇപ്പോഴും മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ ഡേറ്റ് ദയവായി ഈ ആരാധനയ്ക്ക് സമർപ്പിക്കുക പരിശുദ്ധ അമ്മ വഴി. നേരത്തെ ഡേറ്റ് സമർപ്പിച്ചിട്ടുള്ളവർക്കും അത് തന്നെ വീണ്ടും സമർപ്പിക്കാവുന്നതാണ്. സ്തുതിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, സമയത്തിന്റെ അധികാരിയായ ദൈവമേ, സമയത്തിന്റെ നിർണയത്തിലെ
മധ്യശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൈവം ഇടപെടേണ്ട നിർണായക നിമിഷങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, കാലവിളംബം വരുത്താതെ ഇടപെടുവാൻ ഞങ്ങളുടെ ദൈവസംഘത്തെ അങ്ങ് ഉയർത്തണമേ. ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തത്സമയം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. മൗന സമർപ്പണത്തിൻ്റെ സമയമാണ്. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ആശീർവാദം മുമ്പ് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും വിഷയം അച്ഛൻ പ്രാർത്ഥനയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ വിഷയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കാം. തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ശരീരത്തിന് എന്തോ കോശങ്ങളൊക്കെ ഇങ്ങനെ ചില കഷണങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് ശിഖരങ്ങൾ പോലെയൊക്കെ വളരുന്ന എന്തോ ഒരു അസുഖത്തെ കർത്താവ് ഇപ്പോഴ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയസലാണ്. ശരീരം നീർക്കൊള്ളുന്ന ചില കാര്യങ്ങൾ, നീർക്കൊള്ളലേ, ഇപ്പം ക്യാൻസർ ഉണ്ടെങ്കിൽ നീർക്കൊള്ളലും, അതുപോലെ എന്തെങ്കിലും വീക്കങ്ങൾ, ബോഡി വീക്കങ്ങൾ, അവയവങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് വീക്കങ്ങളുണ്ടാകും. വീക്കങ്ങൾ, ശരീരത്തിൻ്റെ വീക്കങ്ങളുള്ളവരുടെ രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞരമ്പ് മുറിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മുറിച്ച് ചികിത്സിക്കേണ്ട വിഷയമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ വിഷയത്തിന് മേലെ കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാകുന്ന സന്ദേശമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. 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 പ്രൈസ് ജീസസ്. താങ്ക് യു ജീസസ്. മക്കൾ ഇല്ലാത്തവർ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. വേറെ ആർക്കെങ്കിലും വേണ്ടെങ്കിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്കും നിങ്ങളുടെ ഉദരത്തിൽ അവർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ കൈവച്ചുകൊണ്ട് സ്തുതിക്കാവുന്നതാണ്. കർത്താവ് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടി അൽത്താറയിൽ പ്രാർത്ഥന തുടരുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മക്കളെ അങ്ങ് നൽകി സന്തോഷിപ്പിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വന്ധ്യയായ എലിസബത്തിന് സന്താന ശക്തി കൊടുത്ത ദൈവമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേർച്ച വസ്തു എടുക്കുക. ആശീർവാദത്തിൻ്റെ സമയമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your spirit, fire of I cast the season of cast of by God the Father Almighty. Medical and earth is in the country. The religious power disobedience. Satan's task and machinations be dispelled unto the Father. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരം പുരുഷൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തി വസ്തുക്കളെ ഈശോനാമത്തെ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തട്ടെ, നേർച്ച വസ്തുക്കൾ ഉയരട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ കർത്താവായ ദൈവം നിങ്ങളെ ആശീർവദിക്കുന്നു. രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. തീരാവ്യാധികൾ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുന്നു. നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേക മുദ്ര വർഷിക്കുന്നു. കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നു. ഹല്ലേലൂയ. 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 ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്